അസ്സലാമലൈക്കും. ഹവാജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കി ഞാനൊരു ആടിൻ്റെ തൊടൻ്റെ മന്തി, ഒരു തൊട മാത്രം എടുത്തിട്ടുണ്ട്. ഒരു തൊട നോക്കി, ഈ തൊട ഇതേപോലെ ചെറുതായിട്ട് കറങ്ങി കൊടുക്കണേ. ഇതേപോലത്തെ തൊടനെ എടുത്തിട്ടുണ്ട്. ഇന്നൊരു മന്തി ഉണ്ട് ഇത്രയും, അത് 1 കിലോ അരിൻ്റെ മന്തിയിലേക്ക് ഞാൻ ഒരു തൊടയിട്ടിട്ട് മന്തി ഒരു ഉള്ളി, നിങ്ങൾക്ക് ഉള്ളി വേണം ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് ഉള്ളി വേണം, അപ്പം ഞാൻ കുറച്ച് ഉള്ളി ഇടും. ഒരു വലിയ ഉള്ളി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഉള്ളി നിങ്ങൾക്ക് വേണം ഇട്ടാൽ മതി. ഉള്ളി തക്കാളിയൊക്കെ നിങ്ങൾക്ക് വേണം ഇടാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, അത് നിങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ഇടാം. നിങ്ങൾക്ക് എനിക്ക് വേണം, ഞാൻ ഒരു സ്പൂൺ, വലിയ സ്പൂണിൽ ഇഞ്ചിയും വെള്ളുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. അതിലേക്ക് ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 50 ഗ്രാം മല്ലിച്ചപ്പ് അതും കൊടുക്കണേ, ഇട്ട് കൊടുക്കണേക്കിലേക്ക്. പിന്നെ ഇത് നമ്മളെ പുതിന ചൊപ്പ്, ആ പുതിന ചൊപ്പ് ഇതേപോലെ ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. പിന്നെ ഒരു വലിയ തക്കാളി, ഒരു വലിയ തക്കാളി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിത് വേണം, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് തക്കാളിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കാം. അത് വേണമെങ്കിൽ തക്കാളി എല്ലാവരും ഇടൂല, എല്ലാവരും ഉപയോഗിക്കില്ല, അതുകൊണ്ട് വേണമെങ്കിൽ. സൺഫ്ലവർ എണ്ണ, ഒരു 100 ഗ്രാം സൺഫ്ലവർ എണ്ണ, അതായത് ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് നിറച്ചു. നമ്മളെ മസാലയിൽ ഉണ്ടാവും, ഉപ്പ് വേണമെന്നില്ല. ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം എല്ലാം മിക്സ് ആക്കി എല്ലാം പാടിയിട്ട് ഒരു മസാലയാണ് ഇപ്പം ഇത്. അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം ഞാൻ മറ്റേ ഇറച്ചി കിട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇതിലൊന്ന് പിടിക്കണം, നല്ലോണം ഒന്ന് പിടിക്കട്ടെ മസാല. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനി മാറ്റും. അടി കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് നന്നായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഊറ്റാനുള്ള വെള്ളമായതുകൊണ്ട് കുറച്ച് ജാസ്തി ഉണ്ടാവുമോ. അതിലേക്ക് 2 സ്പൂൺ എണ്ണ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, പിന്നെ കറുകപ്പട്ട, പൂവ്, ഏലക്ക, ഈ ഒരു ചെറുപുളി, നമ്മള് നാരങ്ങ, ഉണങ്ങിയ നാരങ്ങ, ഇത്രയും സാധനം ഇട്ട് കൊടുത്ത് ഈ വെള്ളം തിളച്ച്. ഇനി 1 മണിക്കൂർ ഞാനിവിടെ കുതിർത്ത് വെച്ച ബസുമതി അരിയാണിത്. ബസുമതി അരി നല്ല നീണ്ട മന്തിൻ്റെ നീണ്ട അരി, ആ അരിയാണിത്. ഇത് ഇപ്പോൾ ഇട്ട് കൊടുക്കണം. ഇവിടെ ഇത് തിളച്ച്, ആ തിളക്കുമ്പോൾ ഈ അരി ഇട്ട് കൊടുക്കണം. ഞാൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം എത്ര വേവ്, പാകത്തിന് വേവ് നോക്കിയിട്ട് ഒന്ന് പാകത്തിന് നമ്മൾ ഈ ചോറിന് ഇങ്ങോട്ട് എടുക്കാം. അരി ഇട്ട് കഴിഞ്ഞ് ഒന്നുകൂടി നല്ല തിളച്ചിട്ട് ഒന്ന് വേണം മുറിച്ച് കൊടുക്കാം. ചോറ് ഇപ്പം ഇതുപോലെ ഊറ്റി എടുത്തിട്ടുണ്ട്. വെള്ളം വാർന്ന ചോറിന് ഈ മസാല ഇതേ ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും.